അത്ര വലിയൊരു ക്ലാരിറ്റി ഇല്ലാത്ത സമയത്ത് വർക്ക് ചെയ്തിരുന്ന കുറച്ച് ആളുകളുണ്ട്. അവരുടെ കൂടെ ഒന്നും കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇപ്പം എടുത്തു പറയണ അമൽ നീരദിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം. കാരണം ഞാൻ ബാച്ചിലർ പാർട്ടി ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ ഞാൻ എലിജിബിൾ അല്ലായിരുന്നു. അപ്പം അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ആഷിഖയും ഞാനും ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. എനിക്ക് അദ്ദേഹത്തിന് അപ്പം അതിനുശേഷം ഞങ്ങൾ നിലവെളിച്ചം വരെയുള്ള സിനിമകളിൽ ഡിസ്കഷൻ വരികയും ഒക്കെ ചെയ്തിട്ടും സംഭവിക്കാണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ കുറേ ആളുകളുടെ കൂടെ ഇനിയും വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആണാണ്. അത് പ്ലാൻ ചെയ്തത് ഷൂട്ട് ചെയ്തതും പൃഥ്വിയായിരുന്നു. അതിന് മൂപ്പർക്ക് അത് വായിച്ചിട്ട് ആ സ്ക്രിപ്റ്റിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇൻട്രോ എൻ്റെ ആയിരുന്നു. അപ്പോൾ അത് അന്ന് മുതൽ മൂപ്പര് പറയേണ്ടത് ഇത് ഞാൻ ഷൂട്ട് ചെയ്യും എന്നുള്ളത്. പിന്നെ അനിലേട്ടനും അങ്ങനെ ഭയങ്കര ചില്ലായിട്ടുള്ള ഒരാളാണ്. മൂപ്പർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇനി കോസ്റ്റാർ എന്ന് പറയുമ്പോൾ എനിക്ക് പൃഥ്വി ഒന്നും ഒരിക്കലും കോസ്റ്റാർ അല്ല. എനിക്ക് അദ്ദേഹം സ്റ്റാറാണ്. അപ്പം ഞാൻ അന്ന് നമ്മൾ ലൊക്കേഷനിൽ വരുമ്പോൾ സ്വന്തമായിട്ട് വാനിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരു പോഷ് കൈനിൽ വരുന്ന ഇത്രയും സിനിമകൾ ചെയ്തിട്ടുള്ള സൂപ്പർ സ്റ്റാർഡമിൽ തന്നെയാണ് പൃഥ്വി അന്ന് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരിക്കലും എനിക്കൊരു കോസ്റ്റാർ ആയിട്ടുള്ള കംഫർട്ടൊന്നും കിട്ടിയിട്ടെന്നല്ല, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചെല്ലും മൂപ്പര് നമ്മൾ സംസാരിക്കും, വാനിറ്റിയിൽ വന്നിരിക്കാനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്ക് എപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ മൂപ്പര് ഫ്രെയിം വെച്ച് ഞാൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെക്ടേഷൻസിലേക്ക് എത്തുമോ എന്നുള്ള ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ രസമായിട്ട് വന്നു അത്. എല്ലാ സെറ്റിലും എല്ലാവരുടെയും കംഫർട്ടായിട്ട് എല്ലാവരുടെയും ഫ്രണ്ട്സ് ആവണമെന്നുള്ള അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണെന്നുണ്ടെന്ന് പറയുന്നത്. അതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ അഭിനയിക്കാതിരിക്കുമ്പോൾ ഒരു അപ്പൊ കൂടുതൽ സിനിമ ചെയ്യുന്നു. അപ്പൊ എങ്ങനെയാ ഓരോ ക്യാരക്ടറിലേക്ക് കയറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ ക്യാരക്ടർ അല്ലെങ്കിൽ അഴിച്ചു വെക്കുന്നത് അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേയിൽ ആ ക്യാരക്ടർ ഉണ്ട്. അത് മനസ്സിലാക്കി എടുത്താൽ മതി. എനിക്ക് അത്രയും എഫേർട്ട് ഇട്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ഒരു ആഴ്ച മാറി നിന്ന് പഠിച്ച് ചെയ്യേണ്ട അങ്ങനെയൊന്നും ഇതുവരെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഈ കൂമനിലെ ഗിരി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്നതിന് 2 ദിവസം മുന്നേ വരെ ഞാൻ വേറെ ഷൂട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം പക്ഷേ എനിക്ക് ഈ സ്ക്രിപ്റ്റ് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടേ ഇരിക്കും. എനിക്ക് എൻ്റെ അടുത്ത പടത്തിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ കയ്യിൽ കൊണ്ടു നടക്കും. എന്നിട്ട് എല്ലാ ദിവസവും ഞാനിത് വായിക്കും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ക്യാരക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞ എനിക്ക് ഇതുവരെ എനിക്ക് അത്ര വലിയൊരു പേടി ഫീൽ ചെയ്തിട്ടില്ല. പറഞ്ഞു തരരുത്. ഞാൻ അഭിനയിക്കുന്ന ചോയ്സസ് തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഇനി അത് പ്രൊഡ്യൂസ് റോഹിത്തിന്റെ സിനിമകള് ഭയങ്കര ഒരു ബാക്കിങ് സൈഡിലാണ്. പക്ഷെ അത് നമ്മൾ സക്സസ്ഫുൾ ആണെന്നില്ല. കാരണം ഭയങ്കര എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സ്റ്റോറീസ് റോഹിത് ചെയ്യുന്നത്. അത് എന്തെങ്കിലും പുതിയ കാര്യം ദൈവം സഹായിച്ച് നമുക്ക് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു ഫ്രീഡം ഉണ്ട്. ഇപ്പം എനിക്ക് യെസ് ഓർ നോ പറയാൻ പറ്റും ഒരു സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാൽ. അപ്പം ഞാൻ യെസ് പറയുന്ന സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു പുതിയത് വേണം, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു ഐഡന്റിറ്റി വേണം എന്ന് ഉണ്ട്. അപ്പം രോഹിത്തിൻ്റെ കൂടെ സിനിമകൾ ഇപ്പോൾ ഇബിലിസ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതൊരു പുതിയ സിനിമയായിരിക്കും മലയാളത്തിൽ നിന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ടിക്കി ടാക്ക എന്ന് പറഞ്ഞൊരു സിനിമയാണ് രോഹിത്തിൻ്റെ കൂടെ. അതും ഒരു പുതിയ സിനിമയാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു പോയിന്റ് കഴിയുമ്പോൾ ഇതിന് ഈ ബിസിനസ് വൈസ് ഉണ്ടാകുന്ന കുറേ ചാലഞ്ചസ് ആണ്. പിന്നെ ഈ എക്സ്പെരിമെന്റ് ചെയ്യാതെ മാറി നിൽക്കാനുള്ളൊരു കാരണം ഉണ്ടായത്. നമ്മൾ സിനിമ ചെയ്തിട്ട് അത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ അത് പല രീതിയിലും പലരെയും ബാധിക്കും. എന്നെ ഒരു സിനിമാ നടനായിട്ട് എൻ്റെ വീട്ടിൽ അക്സെപ്റ്റ് ചെയ്തത് സത്യനന്ദിക്കാട് സാറിൻ്റെ പടം ചെയ്തപ്പോഴാണ്. ഞാൻ ഋതു ചെയ്തപ്പോഴും അപൂർവരാഗം ചെയ്തപ്പോഴും എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് മൂത്തമോൻ എന്ത് ചെയ്യാന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്ത് പറയണം, സിനിമ നടനാന്ന് പറയണോ എന്നുള്ളായിരുന്നു ക്വസ്റ്റ്യൻ മാർക്ക്. പക്ഷെ സത്യനന്ദിക്കാടിൻ്റെ പടം ചെയ്ത് കഴിഞ്ഞപ്പോൾ നീ സത്യനന്ദിക്കാടിൻ്റെ പടത്തിലുണ്ട്. പിന്നെ ആ പാട്ട് ആരോ പാടുന്നു എന്നുള്ള ആ പാട്ട് അത് ശരിക്കും ഫാമിലി ഓഡിയൻസിലേക്കുള്ളൊരു വലിയ ഒരു ബ്രിഡ്ജായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് എനിക്കൊന്നും ഹണിബിയൊക്കെ നിന്ന സമയത്തുമൊക്കെ നമ്മുടെ പോസ്റ്റേഴ്സിലൊക്കെ നമ്മളെ കാണുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഇത് മറ്റേ ചെത്ത് പയ്യൻ അതിനേക്കാളും പ്രശ്നമായിരുന്നു കഞ്ചാവ് ഓടം എന്നുള്ളൊരു ലേബല്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഒരു പർട്ടിക്കുലർ സ്പേസിൽ ലോക്കായി പോകാതിരിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് വില്ലൻ ഉയരെ ചെയ്യുന്ന സമയത്ത് സൺഡേ ഹോളിഡേ ഇറങ്ങി സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ
അതിൻ്റെ സ്ക്രിപ്റ്റ് കേൾക്കാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഫാമിലി ഓഡിയൻസിന് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, മണ്ടത്തരം കാണിക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ അതായിരുന്നു എനിക്ക് വേണ്ടത്. കാര്യം അതിൽ നിന്ന് ഒരു റൈറ്ററിന് ഞാൻ കൊടുക്കുന്ന ഫ്രീഡം ആയിരിക്കും അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യുമ്പോൾ. കാര്യം ഇയാൾ ഇത് മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളൊരു തോന്നൽ ഒരു റൈറ്ററിന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ലിമിറ്റഡ് ആയി പോകും. അപ്പോൾ ഇവന് എന്തും കൊടുക്കാം എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ എല്ലാ ക്യാരക്ടേഴ്സും ട്രൈ ചെയ്യണം എന്നുള്ളതായിരുന്നു. ഇപ്പോൾ അപൂർവരാഗത്തിലും ആ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തത് കൊണ്ടാണ് ഒരുപാട് സിനിമകളിൽ റെഫറൻസസ് കൊണ്ടുവരാൻ പറ്റിയത്. കാര്യം ഇയാൾ ഇങ്ങനെ ആയിരിക്കും അവസാനം വരിക, ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഇയാൾ നല്ലവനായിരിക്കും എന്നുള്ള തോന്നൽ ഒഴിവാക്കി ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞ് ഇവൻ എങ്ങോട്ടും അറിയും എന്നുള്ളൊരു തോന്നൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം അത് ഈ ട്രാഫിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ 2018 ആണപ്പോൾ ഇറ്റ്സ് ലൈക്ക് റീയൂണിയൻ പോലെയാണ് ആ ഒരു മൾട്ടി സ്റ്റാർ ഇതും. പിന്നെ ആസിഫിന്റെ തന്നെ എലമെന്റ്സ് എനിക്കൊന്ന് റിയൽ ലൈഫിലുള്ള ഇപ്പൊ മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 2018 കൊടാനം വളരെയതും ട്രാഫിക്കിലും ആ ഒരു ചെറുതായിട്ടുണ്ടായിരുന്നു സ്ട്രഗ്ലിംഗ്. ട്രാഫിക്കിൽ ഞാനും ചാക്കോച്ചനും പറയും, നമ്മൾ ഈ പ്രകൃതി ദുരന്തവും ആളുകളെ രക്ഷിക്കാനാണ് ഒന്നിക്കുന്നതെന്ന് പറയും. വൈറസിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. ആ ഒരു സമയം ഇതിലിപ്പോൾ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട്, ഞാൻ എപ്പോഴും പറയും, ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവില്ല. ഇതൊരു ലോങ് റണ്ണിൽ വരുമ്പോഴാണ് എന്താണ് അന്ന് ഇതൊക്കെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് മനസ്സിലായി. ഇപ്പം ഞാൻ അവിടെ വന്ന് മോഡലിംഗ്, ഇപ്പം ഞാൻ ആ സമയത്ത് ചാനലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര അറിയാലോ, ഒരു ചാനലിൽ ആദ്യം ഞാൻ VJ ആയിട്ട് കയറി, അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം പ്രൊഡ്യൂസറായി. അപ്പോൾ ആ സമയത്തൊന്നും നമുക്ക് നമ്മൾ വിചാരിക്കുന്നൊരു ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല. എറണാകുളം പോലത്തെ ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റില്ല. എന്നെ വിളിച്ച് റെഡ് FM ക്ലബ് FM എനിക്ക് ഒരു RJ ആയിട്ട് എന്നെ ഓഡിഷൻ ചെയ്ത് എനിക്ക് കിട്ടി. അന്ന് ഒരു ന്യൂ കമറിന് കിട്ടാവുന്ന ഏറ്റവും നല്ല പാക്കേജാണ് എനിക്ക് ഓഫർ ചെയ്തത്. പക്ഷേ അത് 1 വർഷത്തെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നു. ആ 1 വർഷം കളയാൻ എനിക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ആ 1 വർഷം കളഞ്ഞാൽ ശരിയാവില്ല എന്ന് ഞാൻ എടുത്ത തീരുമാനത്തിൽ ഒരുപാട് പേര് എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. കാര്യം എൻ്റെ കൂടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന, ഞങ്ങൾ റൂം ഷെയർ ചെയ്യുന്ന ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇനി എനിക്ക് നിൻ്റെ റെൻറ്റ് തരാൻ പറ്റില്ല, നീ ആ ജോലി വേണ്ടാന്ന് വെച്ചു. പക്ഷേ ആ 1 വർഷം ഞാൻ കളഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഞാൻ വേറെ ആരെങ്കിലും ആയിപ്പോയിന്. അപ്പം അങ്ങനെയുള്ള ഇപ്പോൾ പല സിനിമകളും പല ക്യാരക്ടേഴ്സും നമുക്ക് ചെയ്യുമ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മ വരും. ട്രാഫിക് ശരിക്കും ഫസ്റ്റ് ഡേ തിയേറ്ററിൽ ആരും ഉണ്ടായിട്ടില്ല. ആ സിനിമ എന്താണെന്ന് പോലും ആർക്കും മനസ്സിലായില്ല. പിന്നെയാണ് മൗത്ത് പബ്ലിസിറ്റി കൂടെ ആ സിനിമയ്ക്ക് ആളുകൾ കയറി വരുന്നത്. അത് ഭയങ്കര ഐ ഓപ്പണർ ആയിരുന്നു. കാര്യം നമ്മളിനി എത്ര വലിയ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും ഈ ആളുകളുടെ മൗത്ത് പബ്ലിസിറ്റി ഉണ്ടല്ലോ, അതിനെ വീഴ്ത്താൻ വേറെ ഒന്നും പറ്റൂല എന്നുള്ളത്. ഈവൻ സോൾട്ട് ആൻഡ് പെപ്പർ ഞങ്ങൾ ആ സിനിമയുടെ കഥ പറയുമ്പോൾ തന്നെ ആർക്കും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ കഥ കേട്ട് കഴിഞ്ഞിട്ട് ലാൽ സാറിനോടാണ് ചോദിക്കുന്നത്. അപ്പം ലാൽ സാർ എന്നോട് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് എന്തോ പുതിയതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. പക്ഷേ എൻ്റെ ക്യാരക്ടർ മാത്രമാണ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടറുള്ളൂ. ഇപ്പോൾ കാളിദാസൻ എന്ന് പറഞ്ഞ ആളെ ലാൽ സാറിന് എനിക്ക് തോന്നുന്നില്ല ആ സമയത്ത് മനസ്സിലായിട്ടുണ്ടാവുന്നു, ഈവൻ ശ്വേതയുടെ ക്യാരക്ടർ ആണെങ്കിലും. പക്ഷെ എൻ്റെ ക്യാരക്ടർ എനിക്ക് കുറെ കൂടെ എൻ്റെ കോളേജ് ഡേയ്സും കോഴിത്തരങ്ങളും ഒക്കെ നമുക്ക് റിലേറ്റബിൾ ആയിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ആ സിനിമ ഇറങ്ങിയ ഫസ്റ്റ് ഡേ ഇതുപോലെ ആരും തിയേറ്ററിൽ വന്നില്ല. കണ്ടവരെല്ലാവരും ഒരു പരസ്യം ഷൂട്ട് ചെയ്ത പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നു. അതിൽ ഈ ലാൽ സാറിൻ്റെ ഞങ്ങൾ ശരിക്കും അന്ന് ഈ പ്രേമിക്കുമ്പോൾ എന്നുള്ള പാട്ടുണ്ടല്ലോ, ആ പാട്ടിൻ്റെ ലാസ്റ്റ് ലൈനിൽ ഇവരൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മറ്റേ പൂക്കൾ വെച്ചിട്ടുണ്ട്. അത് ട്രിവാൻഡ്രത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, മ്യൂസിയത്തിൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്കന്ന് ഷൂട്ടില്ല. ഞാൻ വെറുതെ ഇങ്ങനെ ആഷിക്കയുടെ സൈഡിൽ കസേര ഇട്ടിരിക്കുമ്പോഴത്തേക്കും ഷൂട്ടിംഗ് കാണാൻ വന്ന ഒരു ചേച്ചി, ഇതൊക്കെ എത്ര കാലം മുന്നേ കഴിഞ്ഞു പോയതാണ് പറയുമ്പോഴത്തേക്കും ഞാനും ആഷിക്കും കൂടെ ഇങ്ങനെ. അപ്പം ഇദ്ദേഹത്തിന് മാത്രമാണ് അറിയുള്ളൂ ഇത് എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുറെ 2018 അതുപോലെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയ സക്സസ് ആവുമെന്ന് പ്രതീക്ഷിച്ചതാണ്. 2018 സക്സസ് ആവോ എന്നറിയില്ല, പക്ഷെ അതാവണം എന്നുള്ള വാശി ഉണ്ടായിരുന്നു. അതിനെടുത്ത് ഒന്ന് വളരെ ആ കഷ്ടപ്പാട് ഞാൻ വളരെ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരിക്കലും കേരളത്തിൽ ഒരു സ്ഥലത്ത് നമ്മൾ ഒരു കുപ്പി വെള്ളം കൊണ്ട് കൊടുക്കുമ്പോൾ കൈ പിടിച്ച് മുത്തം കിട്ടുന്ന ഒരു അവസ്ഥ നമുക്ക് ഫേസ് ചെയ്യേണ്ട വരുമെന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല. ഞാൻ ശരിക്കും ഈ നമ്മളെ എടപ്പള്ളിയിൽ നിന്ന് ചെരനല്ലൂർ ഞങ്ങളൊരു ക്യാമ്പിൽ ചെല്ലുമ്പോൾ
അവിടെ ഞാൻ വെള്ളം കൊണ്ട് കൊടുത്തതിന് ഒരു അമ്മച്ചി എൻ്റെ കയ്യിൽ പിടിച്ച് മുത്തി, ഇവർ കരയുന്നു. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ക്യാമ്പ് കളമശ്ശേരിയിൽ കുസാറ്റിലുള്ളപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നാട്ടിൽ വന്ന ദുബായിൽ നിന്നൊരു ഫാമിലി, ഇവരെല്ലാവരും ക്യാമ്പിൽ വന്നിട്ട് ഇനി എന്താ നടക്കുകയെന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥ നിൽക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ആ സിനിമ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ ഞാൻ ജൂഡിനോട് പറഞ്ഞു, ജൂഡ് ഇത് ഒരിക്കലും നമ്മൾ കണ്ടതിൻ്റെ താഴത്തേക്ക് പോകാൻ പാടില്ലായിരുന്നു. അപ്പോൾ ജൂഡും പറഞ്ഞു ഇതൊരു ഡോക്യുമെൻ്ററി പോലെ ആവില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ആഗ്രഹം. നമ്മൾ കണ്ടത് വീണ്ടും വീണ്ടും പറയാം, ഇതൊരു സിനിമാറ്റിക് ആയിട്ട് തന്നെ വരണം, ഈ ഭീകരത എന്തായിരുന്നു എന്നുള്ളത് ആളുകൾ ഒന്നും കൂടെ ഓർത്തെടുക്കണം എന്നുള്ളത്. അപ്പം അതിന് ഷൂട്ടിന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ രക്ഷാപ്രവർത്തനത്തിന് പോയതിനേക്കാൾ കഷ്ടപ്പാടുണ്ടായിരുന്നു ഇത് ഷൂട്ട് ചെയ്യാൻ. നമ്മുടെ പോർഷൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ വൈക്കത്തൊരു ഓൾമോസ്റ്റ് ഒരു 2 ഏക്കറിൽ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വെള്ളം നിറച്ച് വീടുകൾ ഉണ്ടാക്കിയിട്ടാണ് ആ ഫ്ലഡിൻ്റെ പോർഷനൊക്കെ ഷൂട്ട് ചെയ്തത്. അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഒരു 5 മണിക്ക് ലൊക്കേഷനിലെത്തി എല്ലാവരും ഒരു ചായ കുടിച്ച് സൺലൈറ്റ് പോയി കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് ഇറങ്ങുവാണ്. പിന്നെ വെളുക്കുന്നത് വരെ ആ വെള്ളത്തിൽ നിൽക്കുവാണ്. ഈ ഷോർട്ട് ബ്രേക്കിൻ്റെ ഇടയിൽ നമുക്ക് സാധാരണ ചെയർ കൊടുക്കുമെന്ന് പറയുന്നതിന് പകരം അവിടെ ട്യൂബ് കൊടുക്കുന്നതാണ് പറയുന്നത്, എല്ലാവർക്കും ഒന്ന് പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ട്. ഷൂട്ട് കഴിയുമ്പോൾ യൂണിറ്റിലേക്ക് ആളുകളുടെ എല്ലാവരുടെയും കാലിൽ ഈ ഡ്രൈ സ്കിൻ പോലെ വന്ന് കാല് വിണ്ടു പൊട്ടി ഒരുപാട് പേർക്ക് സ്കിൻ ഡിസീസസ് വന്നു. ഇതെല്ലാം ഞാൻ പ്രളയത്തിന് കണ്ടതാണ്. അത് ശരിക്കും റീക്രിയേറ്റ് ചെയ്യുക തന്നെയായിരുന്നു അവിടെ ചെയ്തത്. പിന്നെ ജൂഡിൻ്റെ ഒരു ഭ്രാന്ത് തന്നെയായിരുന്നു ആ സിനിമ എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് അവൻ ആ 3 വർഷം കളഞ്ഞതും ഈ പറഞ്ഞ ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്തതും. പിന്നെ ഹാറ്റ്സ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്, അവർ അത് മനസ്സിലാക്കി ഇത്രയും സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സിനിമ അങ്ങനെ ഒരു ഹിറ്റ് ആവണം. 2018 മൂവി ഒരു മലയാളി ഓഡിയൻസിനെ സംബന്ധിച്ച് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ്. നമ്മളിപ്പം ഇങ്ങനത്തെ ഒരു നാച്ചുറൽ കലാമിറ്റി മൂവീസ് ഒക്കെ നമ്മൾ ഹോളിവുഡ് അല്ലെങ്കിൽ വേറെ ലാംഗ്വേജിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു മൂവിയും കൂടിയാണ്. സോ ആസിഫിലേക്ക് പേഴ്സണലി 2018 ഫ്ലഡ്സ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ എന്തുമാത്രമായിരുന്നു എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിൻ്റെ ഈ ആക്ച്വൽ ഫ്ലഡിൻ്റെ ടൈമിൽ ഞങ്ങൾ ഈ ക്യാമ്പിൽ പോയി നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഭീകരത ഞാൻ കണ്ടതാണ്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ വെള്ളം വന്ന് പല സ്ഥലങ്ങളിലും കയറുന്നു. പ്രഗ്നൻ്റ് ആയ ഒരു സ്ത്രീയെ ഈ ട്യൂബ് ഇട്ട് അവരെ എടുത്തുകൊണ്ട് വരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ടത് അത്രയും അതിനോട് നീതി പുലർത്തുന്ന രീതിയിൽ ഈ സിനിമ വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതേ സമയത്ത് ഇത് സിനിമാറ്റിക് ആയിരിക്കണം. ഇതൊരിക്കലും നമ്മൾ ഒരു പക്ഷേ എക്സ്പീരിയൻസ് ചെയ്ത മലയാളികൾക്ക് ഇത് കാണുമ്പോൾ, കാര്യം ഇത് നമ്മുടെ ജനറേഷൻ എക്സ്പീരിയൻസ് ചെയ്തതാണ്, നമ്മൾ പറഞ്ഞു കേട്ട ഒരു കാര്യമല്ല ഇത്. പണ്ട് നടന്നൊരു ട്രെയിൻ അപകടം ഷൂട്ട് ചെയ്യുന്ന പോലെയോ വസൂരിയെ പറ്റി പറയുന്ന പോലെയല്ല, ഇത് നമ്മൾ ഫേസ് ചെയ്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനോട് 100% ജസ്റ്റിസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഈ ഫിലിം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയാണെന്ന് നമുക്കറിയില്ലായിരുന്നു. പിന്നെ എനിക്കുണ്ടായൊരു വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുംബൈ സ്ക്രീനിങ്ങിൻ്റെ ടൈമിൽ അവിടെ കാണാൻ വന്ന് മലയാളികളല്ലാത്ത ഒരുപാട് പേർക്ക് ഈ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റി. അവർക്കെല്ലാം ഇത് കണക്ട് ചെയ്തു. നമ്മൾ എവിടെയൊക്കെ ഈ സിനിമ എക്സിബിറ്റ് ചെയ്തു അവിടെ എല്ലാവർക്കും ഇതൊരു സിനിമയായിട്ട്, നമ്മളീ പറയുന്ന ഹോളിവുഡ് ഫിലിമിലൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, ആ ഫീല് പ്രത്യേകിച്ച് സുധീഷ് ഏട്ടൻ്റെ സീക്വൻസസിലൊക്കെ വരുന്ന ആ കുഞ്ഞിൻ്റെ സ്ട്രഗിളും കരച്ചിലും അതൊക്കെ ആളുകൾ സീറ്റിലിങ്ങനെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അതൊരു എനിക്ക് തോന്നുന്നു വൈറസ് വരെ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞൊരു ഡോക്യുമെന്ററി സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊരു പ്യുവർ സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ വൈറസ് കുറച്ചൊരു ലിമിറ്റഡ് ഓഡിയൻസിന് മാത്രം ആക്ച്വലി ഇതാകുമ്പോൾ ഈ സീരിയൽ കാണുന്ന ഓഡിയൻസും എല്ലാവർക്കും അതാണ് ഇപ്പോൾ ഈ ഹോളിവുഡ് സിനിമ മെൻഷൻ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമുണ്ടല്ലോ, കാര്യം ഡയറക്റ്റ് കമ്പാരിസൺ വരുന്നത് അതിലേക്കാണ്. ഒരു നാച്ചുറൽ കലാമിറ്റി ചെയ്യുമ്പോൾ അതിൻ്റെ ഭീകരത, വെള്ളം കയറി വരുന്നതും നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഒറിജിനൽ ലൊക്കേഷൻസും. ഞങ്ങൾ എൻ്റെ പെണ്ണ് കാണലിന് പോയിരിക്കുന്ന ആ വീടുണ്ട്, അപ്പോൾ അവിടെ ഷൂട്ടിങ്ങിന് പെർമിഷൻ ചോദിക്കുന്നു. അപ്പോൾ ഇയാൾ പണ്ട് സിനിമയിൽ വർക്ക് ചെയ്ത ഒരാളാണ്, ഇദ്ദേഹം ഇതിന് പെർമിഷൻ തരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സീൻ കഴിഞ്ഞാൽ അടുത്ത സീനിൽ ഈ വീട്ടിൽ വെള്ളം കയറ്റണം. അപ്പോൾ അങ്ങനെ അത്രയും പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെയാണ് അവർ ഷൂട്ട് ചെയ്തത്. ഈ ഉയരയുടെ പെർഫോമൻസ് പറയുമ്പോൾ ഇത് നമ്മളൊരിക്കലും ഇപ്പോൾ ആസി പറഞ്ഞത് ഇത് ആൾക്കാരിങ്ങനെ പറയുന്നത് ഇതുപോലത്തെ റോൾസ് ചെയ്യാൻ പാടില്ല, മീൻസ് ഇപ്പം പറഞ്ഞ പോലെ ഫാമിലി ഓഡിയൻസിൻ്റെ ഒരു ഇതല്ല. അപ്പം മനു അശോകൻ ഡെബ്യൂ ഡയറക്ടറാണ്. ഈ റോൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ഗോ ഇൻ എനി ഡയറക്ഷൻ. അതായത് ചിലപ്പോൾ ആ മീറ്റർ എന്താ പറയുക, ചിലപ്പോൾ ഓവർ ദ ടോപ്പ് ആവാം,
ഭയങ്കര സെറ്റിലായി ഇതുവായിരുന്നു. പക്ഷെ ആ ഒരു കറക്റ്റ് മീറ്റർ പിടിക്കാനുള്ള പുള്ളിയുടെ ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു ഡയറക്ടറിൽ. അത് ഈ ബോബി സഞ്ജയ് അവരുടെ സ്ക്രീൻ പ്ലേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലെഫ്റ്റ് സൈഡ് ഭയങ്കരമാണ്. ഈ ഡിസ്ക്രിപ്ഷൻ വരുന്ന ഏരിയ ഭയങ്കര ഡീറ്റെയിൽഡ് ആണ്. അത് നമുക്ക് വായിച്ചാൽ മാത്രം മതി. അതൊരു ന്യൂ കമർ, ഒരു ഡെബ്യൂ ഡയറക്ടർ ആണെങ്കിൽ പോലും എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് അതിൻ്റെ അകത്ത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. പിന്നെ മനു എനിക്ക് തോന്നുന്നു അവർ പെട്ടെന്ന് സ്ക്രിപ്റ്റ് കൊണ്ട് കൊടുത്ത് അങ്ങനെ ഷൂട്ട് ചെയ്യുമായിരുന്നില്ല. ഇവർ ഇതിൽ ഏകദേശം ഒരു വർഷത്തോളം ഇരുന്ന് വർക്ക് ചെയ്ത് ഈ പെർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടിയിട്ട്, ഗോവിന്ദിന് വേണ്ടിയിട്ട് ഒരുപാട് പേരെ അവർ ട്രൈ ചെയ്തു. പക്ഷെ സഞ്ജയ് അതിൻ്റെ അകത്ത് കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഇപ്പം ഈ ഭയങ്കര മറ്റേ എന്താ പറയുക, അതിന് ഒരു ഭയങ്കര സൈക്കോ അല്ല, ഭയങ്കര ഒബ്വിയസ് ആയിട്ടുള്ളൊരു സൈക്കോ അല്ല ഈ ഗോവിന്ദ് എന്ന് പറഞ്ഞ ഒരാൾ. അയാൾ ടോക്സിക് ആണ്, പക്ഷെ അയാളൊരു സാധാരണക്കാരനാണ്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എനിക്ക് ഗോവിന്ദിനെ പറ്റിയിട്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. കാര്യം ഞാൻ ഗോവിന്ദിനെ ജസ്റ്റിഫൈ ചെയ്തത് കൊണ്ടാണ് ഞാൻ കൺവിൻസ്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. പക്ഷെ അത് എന്താണെന്നുള്ളത് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പേർക്ക് മോട്ടിവേഷനായി പോകും ചിലപ്പോൾ. കാര്യം എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട് നമ്മളോടൊക്കെ വളരെ നന്നായിട്ട് പെരുമാറുകയും വളരെ നല്ല സ്വഭാവമുള്ള ആളാണ്, പക്ഷേ റിലേഷൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്. അവർ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു, അവൻ്റെ ഗേൾഫ്രണ്ട് ബാംഗ്ലൂരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ഇദ്ദേഹം ഈ ഗേൾഫ്രണ്ടും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷയിൽ കയറുമ്പോൾ ഈ ഫോൺ ഓട്ടോറിക്ഷ ഡ്രൈവറിന് കൊടുക്കണം, ടു കൺഫേം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് ഓഫീസിൽ കയറുമ്പോൾ കൊളീഗിൻ്റെ കയ്യിൽ കൊടുക്കണം ഫോൺ. ഇവർ സ്നേഹം കാണിക്കുന്നത് ഇങ്ങനെയാണ് ഡെയിലി രാവിലെ. ഞാനിത് കണ്ടുകൊണ്ടാണ് രാവിലെ എണീക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള, പക്ഷെ അവനൊരു ഡ്രഗ് അഡിക്റ്റോ മറ്റേ സൈക്കോയോ ഒന്നുമല്ല. പക്ഷെ അവന് എവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, എന്തോ ഒരു പേടിയുണ്ട്. അത് എന്താണെന്നുള്ളത് അവന് സോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു പർട്ടിക്കുലർ ആളോടല്ല, അവൻ്റെ എല്ലാ റിലേഷനിലും ഇതുണ്ട്. അപ്പോൾ അത് ശരിക്കും എനിക്ക് എൻ്റെ അടുത്ത് ബോബി ചേട്ടൻ ഇതിൻ്റെ കഥ പറയുന്ന സമയത്ത് എനിക്ക് കറക്റ്റായിട്ട് അവനെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ ഗോവിന്ദ് ലാസ്റ്റ് പലവിയുടെ അടുത്ത് ഈ ഫ്ലൈറ്റിൽ പോയി സംസാരിക്കാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയം ഷൂട്ട് ചെയ്യുമ്പോൾ. അത് പ്രശ്നമാണ് ആ ഏരിയ. ഈ ഗോവിന്ദ് എന്ന ക്യാരക്ടർ ചെയ്ത് കഴിഞ്ഞിട്ട് ആസിഫ് അലി എന്ന ആക്ടറിന് ഭയങ്കരമായ ഒരു അക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അതൊരു നെഗറ്റീവ് റോൾ ആയിട്ട് പോലും ആൾക്കാർ ഒരുപാട് പ്രേസ് ചെയ്തൊരു ക്യാരക്ടറാണ്. അപ്പം അതിനെ എങ്ങനെ കണ്ടത്? ഒരു നെഗറ്റീവ് റോൾ ചെയ്യുമ്പോൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു ആൾക്കാർക്ക് ഇത്ര ഇങ്ങനെ? അത് ഒന്ന് ചൂസ് ചെയ്യുന്ന സമയത്ത് അത് ക്യാരക്ടേഴ്സായിട്ട് മാത്രമാണ് ഞാൻ നോക്കാറുള്ളൂ. അത് കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതാണ്. അത് നെഗറ്റീവാണോ പോസിറ്റീവാണോ ഹീറോ ആണോ എന്നുള്ളതല്ല. എനിക്ക് ക്യാരക്ടേഴ്സാണ് എക്സൈറ്റ്മെൻറ്റ് തരുന്നത്. അതൊരു ചെറിയൊരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന രീതിയിലാണ് ഞാൻ കാണുന്നത്. നമുക്ക് കിട്ടുന്നൊരു വലിയ ഭാഗ്യമാണത്, പല ആളുകളായിട്ട് ജീവിക്കാം എന്നുള്ളത്. പല സ്ഥലത്തും നമ്മൾ ഫേക്ക് ചെയ്യുമ്പോൾ ആളുകൾ മനസ്സിലാക്കാത്തത് അതുകൊണ്ട് തന്നെയാണ്. ഇത് ഇയാളുടെ ശരിക്കുള്ള ക്യാരക്ടർ എന്താ, കോലം എന്താണെന്ന് ഒരു മനുഷ്യനെ പറ്റി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭയങ്കര ഫ്രീഡമാണ്. പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഈ നമ്മൾ വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്യുന്ന ഓരോ റൈറ്റേഴ്സിനും കൊടുക്കുന്ന ഒരു വലിയ ഫ്രീഡവും കൂടിയാണത്. ഇപ്പം എന്നെ വെച്ച് എന്തും ആലോചിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്വിസ്റ്റ് വരുന്ന ഒരു ഏരിയയിൽ ഇവനെ പ്രഡിക്റ്റ് ചെയ്യുമോ ആളുകൾ എന്നുള്ളത് ഓവർകം ചെയ്യാൻ പറ്റും അത്തരം ക്യാരക്ടർ മിക്സസ് വരുമ്പോൾ. അപ്പോൾ ഇതൊന്നും പ്ലാൻഡ് അല്ലല്ലോ, ഇതൊക്കെ സംഭവിക്കുന്നതാണ്. ഇത്രയും പ്ലാൻഡ് ഒന്നും ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷെ ചില മൊമെന്റ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണിത്. എനിക്ക് ആദ്യം ഇനീഷ്യൽ ടൈമിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എനിക്ക് കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ചാടിക്കറി യെസ് പറയുമായിരുന്നു. ഇപ്പം ഞാൻ കേൾക്കുന്നത് ആദ്യം ഇതിൻ്റെ ഒരു 1 ലൈൻ കേൾക്കും, ഒരു 45 minutes to 1 hour ഒരു 1 ലൈൻ കേട്ടിട്ട് അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ സ്ക്രീൻ പ്ലേ വാങ്ങിച്ച് ഞാൻ വായിക്കും. ഏതെങ്കിലും രീതിയിൽ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് എടുക്കുകയുള്ളൂ. പിന്നെ ക്യാരക്ടേഴ്സ് ഈ പറയില്ലേ, സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ ആ ക്യാരക്ടർ ചിലപ്പം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. നമുക്ക് എവിടെയെങ്കിലും ഒരു കണക്ഷൻ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ റിപ്പീറ്റഡ് ആവാതിരിക്കുക, റെപ്പിറ്റേഷൻസ് ഒഴിവാക്കുക എന്നുള്ളതാണ് മാക്സിമം ട്രൈ ചെയ്യുന്നത് ക്യാരക്ടറൈസേഷനിൽ. ഇപ്പം ഞാൻ കൂമൻ
ചെയ്യാൻ പോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് ഈ കുറ്റവും ശിക്ഷയിലെയും സാജൻ്റെ മാനറിസംസ് വരും ഭയങ്കര ഒരു ഷോർട്ട് പീരീഡിലായിരുന്നു ആ പോലീസ് ഓഫീസേഴ്സ് രണ്ടും വന്നത്. പക്ഷെ ആ സ്ക്രീൻ പ്ലേ വായിച്ചു കഴിയുമ്പോൾ അത് വേറെ ഈ എൻ്റെ ക്യാരക്ടർ വേറെ ഒരാളായിട്ടാണ് അദ്ദേഹം എഴുതി വെച്ചിരുന്നത്. അത് പിന്നെ ജിത്തു ജോസഫിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ ജിത്തു ജോസഫ് എന്ന് പറഞ്ഞാൽ ആളൊരു ക്രിമിനലാണ് ശരിക്കും. ഇയാളുടെ മനസ്സിൽ കൂടെ പോകുന്ന പല കാര്യങ്ങളും നമ്മളിതിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ക്യാരക്ടർ ഡീറ്റെയിലിംഗ് മുഴുവൻ എനിക്ക് ജിത്തു ചേട്ടനാണ് തന്നത്. അപ്പോൾ അത് മൊത്തം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും കൂമൻ സംഭവിക്കുന്നത്. അപ്പോൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ എല്ലാ സ്ക്രീൻ പ്ലേയിലും ക്യാരക്ടേഴ്സിന് കിട്ടും. അപ്പോൾ അത് എക്സൈറ്റിംഗ് ആയില്ലെങ്കിൽ അത് സിനിമയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും പല സമയത്തും എന്തിനാണ് ഇയാളിത് ചെയ്തതെന്ന് ആൾക്കാർക്ക് ചോദിക്കാൻ തോന്നും. ഒത്തിരി സിനിമയുണ്ട്, ഒത്തിരി സിനിമയുണ്ട്. ഭയങ്കര ഞാൻ പറഞ്ഞില്ല, ഒരു സിനിമ ഓടുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിന് റീപ്ലേസ് ചെയ്യാൻ വേറെ ഒന്നിനും കിട്ടില്ല. നമ്മളീ പറയുന്ന ഗെറ്റ് ടുഗദർ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അതിനേക്കാളൊക്കെ വലിയൊരു ഒരു സന്തോഷമാണ് സിനിമ ഓടി ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ അത് നല്ല രസമുണ്ട് നീ ചെയ്തതെന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അത് അതേപോലെ പറയാം ഈ 2013 എൻ്റെ തൊട്ട് 14 ആ ഒരു സമയമാണ്. അതായത് ബൈസൈക്കിൾ തീർസ്, പഗഡ, അപ്പോത്തിഗിരി, ആയം ടോണി എല്ലാം ഒന്നിനൊന്ന് മികച്ച സിനിമകളും. ആസിഫ് അലി പെർഫോം ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്ത് പണിയെടുക്കുന്നുണ്ട്, പക്ഷെ പടങ്ങൾ വിജയിക്കുന്നില്ല എന്നൊരു എവിഡൻ്റ് ആയിരുന്നു. ഹൗ ഡിഡ് യു വെയിറ്റ് ത്രൂ ദാറ്റ് ആ ഒരു പീരീഡ്? ഭയങ്കര ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ വെരി ഡിസ്ട്രെസിങ്. ഇവിടെ കിടന്ന് ഞാൻ കഷ്ടപ്പെട്ട് ഇറ്റ് വാസ് വെരി എവിഡന്റ്. എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആസിഫ് അലി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോത്തിഗിരിയൊക്കെ റെവലേഷൻ ആയിരുന്നു. ആസിഫ് അലിയുടെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമന കുട്ടൻ ഇതെല്ലാം. സോ ഞാൻ പണിയെടുക്കുന്നു പക്ഷെ പടങ്ങൾ വിജയിക്കുന്നില്ല എന്ന് പറയുന്നത് ദാറ്റ്സ് വെരി ഹാർഡ് ടു ഡൈജസ്റ്റ്. സോ അത് ഞാൻ അതിന് മുന്നേ ചെയ്തുകൊണ്ടിരുന്ന മോശം സിനിമകളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിരുന്നു അത്. അപ്പം അത് ഒത്തിരി ഞാൻ ട്രൈ ചെയ്ത് നോക്കി. ഒരു പോയിന്റിൽ ഞാൻ ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സിനിമകൾ വേണ്ട, ഈ എന്താ പറയുക ഗ്രൂപ്പായിട്ട് ചെയ്യുന്ന സിനിമകൾ മതി, കോമ്പിനേഷൻസ് മതി എന്നൊക്കെ തീരുമാനിച്ചിരുന്നു. ആ സമയത്താണ് ശരിക്കും അനുരാഗ് കരിക്കുംവെള്ളം സംഭവിക്കുന്നത്. അപ്പം അത് എൻ്റെ ഒരു എന്താ ഞാനൊരു സാച്ചുറേഷൻ പോയിന്റ് കഴിഞ്ഞു. കാര്യം എനിക്ക് സന്തോഷം കിട്ടുന്നത് പോലെ തന്നെ എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഈ ഓഡിയൻസിനോടും പ്രൊഡ്യൂസേഴ്സിനോടും ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും സന്തോഷിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എൻ്റെ സന്തോഷത്തിനൊരു വിലയില്ല. അപ്പോൾ അത് ഒരു ഭയങ്കര വിഷമമുള്ളൊരു ഏരിയ ആയിരുന്നു. നിങ്ങളത് ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞൊരു സന്തോഷം. പക്ഷെ അത് മാറ്റിയെടുക്കാൻ നല്ല സിനിമകൾ ചെയ്യുക. പിന്നെ ഒരു സിനിമ ഒരിക്കലും നമുക്ക് ഇത് നല്ല സിനിമയാണ്, ഇത് ഓടും എന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൂപ്പർ സ്റ്റാർസൊക്കെ എല്ലാവരും ചെയ്തേനെ. ഇത് സിനിമയ്ക്ക് ഒരു മാജിക് ഉണ്ട്. അത് എന്താണെന്നുള്ളത് ഭയങ്കര അത്ഭുതമാണ്. റിലീസിൻ്റെ തലേന്നൊക്കെ സംഭവിക്കുന്ന ഒരു മിറക്കിളുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളിടുന്ന എഫേർട്ട് ജെനുവിനാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറൊരു കള്ളത്തരം കാണിക്കുന്നില്ല എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഞാനിപ്പോൾ അതേ ചെയ്യുന്നുള്ളൂ. പക്ഷേ എനിക്ക് എപ്പോഴും ഇനിയും ചിലപ്പോൾ ഈ പ്രശ്നത്തിലേക്ക് ഞാൻ പോയേക്കാം. ഞാൻ ചെയ്യുന്ന സിനിമകൾ മോശമാകുമ്പോൾ ആളുകൾ തിയേറ്ററിലേക്ക് വരാതിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായേക്കാം. ഇപ്പം എനിക്ക് ഈ കാറ്റ് എനിക്ക് അത്രയും വിഷമമുണ്ടായൊരു സിനിമയായിരുന്നു. നല്ല കാര്യം അരുൺകുമാർ അരവിന്ദ് അത് വളരെ രസമായിട്ട് ഷൂട്ട് ചെയ്യുകയും അതിൻ്റെ ബിസിനസ് പോലും ആ സമയത്ത് വളരെ മോശമായിട്ട് സംഭവിച്ചു. അപ്പോൾ അറിയില്ല, അതൊന്നും സോർട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ. അത് പറഞ്ഞപ്പോൾ അരുൺകുമാർ അരവിന്ദ് ഈ അണ്ടർവേൾഡ് അതാണ് എനിക്ക് വർക്കായി, കുറേ പേർക്കറിയില്ല, അത് വേറെ കാര്യം. പക്ഷെ ആ സമയത്ത് ആസിഫ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മാസ് സിനിമ ചെയ്യാനൊരു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അത് ഈ മാസ് ഉദ്ദേശിച്ച് ലൈക്ക് ഒരു ഹീറോയിക് പരിവേഷമുള്ള ഒരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ ഒരു വൈഡ് അപ്പീൽ, അതായത് ബ്ലോക്ക് ബസ്റ്റർ എന്താ പറയുക എന്റർടൈൻമെന്റ് എന്ന രീതിയിലാണ്. എനിക്കൊരു മാസ് അപ്പീലുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഹീറോയിക് സിനിമ തന്നെയാണ്. ഇപ്പൊ KGF എനിക്ക് നല്ല പ്രേക്ഷകൻ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറിയാണ് ആ സിനിമകൾ. പിന്നെ ഇപ്പം നമ്മുടെ ഈ എന്താ പറയുക സോക്കോൾഡ് ഈ പ്രകൃതി പടങ്ങൾ എന്ന് പറയുമല്ലോ, അപ്പോൾ അത് വല്ലപ്പോഴൊക്കെ ഒരെണ്ണം കാണാനാണെങ്കിൽ രസമാണ്. ഇതിപ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ടെൻഷൻസ് ഉണ്ട് നോർമൽ ലൈഫിൽ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിയേറ്ററിൽ പോകുമ്പോൾ നമ്മളെപ്പോലെ തന്നെ ഇരിക്കുന്ന ആൾക്കാർ നമ്മൾ നേരിടുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ കാണിക്കുന്നു എന്ന് പറയേണ്ട ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ല.
അപ്പോൾ എനിക്ക് സിനിമ എപ്പോഴും സിനിമാറ്റിക് ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളാണ് ഇനി ഞാൻ ചെയ്യാൻ കുറച്ച് നാളത്തേക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ബിടെക്കിലെ ഒരു ക്യാരക്ടർ ഏകദേശം ഈ സ്വാഗ് ഇന്ന് മൃദുനോട് സംസാരിച്ചത്, അതായത് നമ്മളിങ്ങനെ കമ്പയർ ചെയ്യാം സ്വാഗ് ക്യാരക്ടേഴ്സ്. അപ്പോൾ അതിൽ ഈ ഇവരുടെ ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ പോലും there was that element of your character that was കുറച്ച്. കാര്യം എനിക്ക് ആദ്യം ഞാൻ ഈ പറഞ്ഞ ഒരു ചെറിയ കോംപ്ലക്സ് എനിക്ക് ഉണ്ടായിരുന്നു. ഈ മാസ് ഹീറോയിക് സിനിമകൾ ചെയ്യാനുള്ളൊരു വലിപ്പവും അത് ക്യാരി ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു അങ്ങനെ ഒരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് മാറ്റി തന്നത് ബിടെക്കാണ്. എനിക്ക് ഇനി അങ്ങനെ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യണം. കാര്യം ഒരു ആക്ടറിൻ്റെ മാർക്കറ്റ് എപ്പോഴും വലുതാവുന്നത് അയാളുടെ പെർഫോമൻസസും അയാളുടെ സിനിമയും നന്നാവുമ്പോഴാണ്. അപ്പോൾ അത് പെർഫോമൻസസ് മാത്രമല്ല, ഇനി സിനിമയും വലുതാണ്. സിനിമ നന്നാവുക എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് കയറി ആ സിനിമ കാണണം, തിയേറ്ററിൽ അത് ഫൈനാൻഷ്യലി സക്സസ്ഫുൾ ആവണം. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളും കൂടെ ചെയ്യണം. വേറെ ഒരു കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഫാമിലി ഒരു ഓഡിയൻസിന് വേണ്ടി ഒരു പടം എടുക്കുമ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തത് കെട്ടിയോടാണ് എൻ്റെ ബാലകം അത്യാവശ്യം വർക്കായ നമുക്ക് എല്ലാവർക്കും വർക്കായ ഈ ഒരു ക്യാരക്ടർ ഭയങ്കര ഒരു ഹീറ്റഡ് ആയില്ലായിരുന്നു. അപ്പം ആ പല ഇപ്പൊ എസ്പെഷ്യലി വിമൻ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ കുറേ പേർക്ക് അത് വർക്കായി, അതേസമയം വർക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് മേക്ക് സെൻസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു മെച്ചുവർ ആയിട്ടൊരു സബ്ജക്ട് മാറ്റർ അത് എക്സിക്യൂഷന് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. അല്ലെങ്കിൽ ഈ പറയുന്ന ചില കാര്യങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ കൗൺസിലിംഗ് അതൊക്കെ ഒരു പാസിംഗ് മെൻഷൻ ആണ്. അപ്പം ആസിഫ് ആ ക്യാരക്ടറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു പൊതുവെ? എനിക്ക് ആ സിനിമ ഞാൻ വിജയ് സൂപ്പർ പൗർണമി എന്ന് പറഞ്ഞ് സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് നമ്മുടെ ആദ്യത്തെ പ്രളയത്തിൻ്റെ മഴ തുടങ്ങിയ ഫസ്റ്റ് ഡേ ഞാൻ ഷൂട്ട് ചെയ്യാനായിട്ട് മഴ കാരണം ഷൂട്ട് ബ്രേക്കായി ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ റൈറ്റർ തങ്കവും നിസാമും കൂടെ എൻ്റെ അടുത്ത് വരുന്നത്. നിസാമിനെ അപ്പോൾ എനിക്ക് അനുരാഗ് കരിക്കൻ വെള്ളത്തിൽ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു അദ്ദേഹം. അപ്പോൾ വന്ന് 1.5 മണിക്കൂറിലാണ് ഈ കെട്ടിലാണെൻ്റെ മാലാഖയുടെ കഥ പറയുന്നത്. ഞാൻ ആ സിനിമ അപ്പം തന്നെ കമ്മിറ്റ് ചെയ്തു. അതിൻ്റെ കാരണം അതിൻ്റെ ഹ്യൂമറായിരുന്നു. എനിക്കിതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് അന്ന് മനസ്സിലായിട്ടേ ഇല്ല. എനിക്ക് ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് മനസ്സിലാക്കിയത്. എനിക്ക് ആ സ്ലീവാച്ചൻ എന്നുള്ള ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒന്ന് എൻ്റെ പേഴ്സണൽ ലൈഫായിട്ട് ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു മാനറിസം പോലും ഇല്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്കതൊരു ആ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് കേട്ടത്. അത് കേട്ട് കഴിഞ്ഞ് ഞാനിത് ചെയ്യാമെന്ന് പറഞ്ഞു. ഇതിനെ പറ്റി ഇതിൻ്റെ ഫൈനൽ സ്ക്രിപ്റ്റ് എല്ലാം വായിച്ച് കഴിഞ്ഞ സമയത്താണ് ഒരു ന്യൂസ് പേപ്പറിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു ഓൾമോസ്റ്റ് 3 ആഴ്ച എല്ലാ ദിവസവും മാരിറ്റൽ റേപ്പിനെ പറ്റിയിട്ട് ഒരു ആർട്ടിക്കിൾ ഒരു ഡോക്ടർ എഴുതിയിരുന്നത്. ആ സമയത്താണ് ഞാൻ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിക്കത് പിന്നെ ഞങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഓക്കെ ഈ എഴുതിയ ഇതിൽ തന്നെ പോവാം, ഇനി അതിലേക്ക് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് വേറൊരു സിനിമയായി മാറും. അപ്പം റിൻസിയുടെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അത് ഞാൻ ശരിക്കും സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത്. ആളുകളാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഞാൻ സ്ലീവാച്ചനെ മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ സിനിമ സെലക്ട് ചെയ്യുമ്പോഴുള്ള ക്യാരക്ടേഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് ഞാൻ ഇതിൻ്റെ പൊളിറ്റിക്സ് പല സിനിമകളിലും കാണാറില്ല. എൻ്റെ അത്തരത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളുണ്ടെങ്കിൽ അതിലെ പൊളിറ്റിക്സ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കാറില്ല. ഞാൻ ആ ക്യാരക്ടേഴ്സിനെ മാത്രമാണ് മനസ്സിലാക്കാറുള്ളൂ. അപ്പോൾ എനിക്കത് സ്ലീവാച്ചൻ്റെ ലൈഫ് സ്റ്റൈല്, സ്ലീവാച്ചൻ്റെ ആറ്റിറ്റ്യൂഡ്, സ്ലീവാച്ചൻ അമ്മയെ സ്നേഹിക്കുന്നത്, സ്ലീവാച്ചൻ റിൻസിയെ സ്നേഹിക്കുന്നത്, അത്രയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കതിൽ സ്ലീവാച്ചൻ റിൻസിയുടെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ടല്ലോ ലാസ്റ്റ്, എനിക്ക് അറിയില്ലായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിപ്പോയി എന്ന് പറയുന്നുണ്ടല്ലോ, അത് ശരിക്കും സ്ലീവാച്ചൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണത്. അപ്പൊ അത് മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഈ പൊളിറ്റിക്സ് സൈഡ് ഇഷ്ടം പോലെ ആ പെർട്ടിക്കുലർ ഇൻസിഡന്റ് തന്നെ ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. അപ്പൊ അദ്ദേഹം ആദ്യം ഇത് സിനിമയാക്കാൻ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ഇത് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കുറെ പ്രശ്നം ഉണ്ടാക്കി, ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പടം ഹിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു എൻ്റെ കഥയാണെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞത് പുറത്ത് പറയുന്നത് നിങ്ങൾക്ക് മോശമാണ്. തങ്കം സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുന്ന പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് നറേറ്റ് ചെയ്യുന്ന ആരും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ഞങ്ങൾ അടുത്ത് ചെയ്യുന്ന ഒരു സിനിമയുണ്ട്, അത് ഞാനും സൗബിനും കൂടെയാണ് ചെയ്യുന്നത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ ആണ്. അതും ഈ തങ്കം പേഴ്സണൽ ലൈഫിൽ ഇയാളുടെ ചുറ്റുമുള്ള ഒരു ഇടുക്കിക്കാരനാണ് തങ്കം. അപ്പം അവിടെ നിന്നൊക്കെ മൂപ്പര് കണ്ടിട്ടുള്ള ആളുകളുടെ ലൈഫ് സ്റ്റൈല് കൊണ്ടുവന്ന ക്യാരക്ടേഴ്സ് കൊണ്ടുവന്ന് പുള്ളി ഡെവലപ്പ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ. അത് നഹാസ് എന്ന് പറഞ്ഞിട്ടൊരു ഈ ഖാലിദ് റഹ്മാൻ്റെ അസോസിയേറ്റ് ആയിരുന്നു, തല്ലുമാലയിലൊക്കെ അസോസിയേറ്റ് ഉണ്ടായിരുന്നു.
കെട്ടിയോളാണ് മലയാളിക്ക് ശേഷം കുറേ ഡിസ്കഷൻസ് ഉണ്ടായല്ലോ, കുറേ ഡിബേറ്റ്സ്, കുറേ ഡിസ്കഷൻസ്, പ്രോ ആൻഡ് കോൺസ് ഓഫ് ദ ഫിലിം ഡിസ്കസ് ചെയ്ത്. ആസിഫിന് ഇപ്പോഴാണ് അതൊക്കെ കണ്ട് ഒരുവിധം എന്താണ് പരിപാടി എന്ന് മനസ്സിലായിട്ടല്ല. ഇപ്പോൾ അതുപോലെ ഒരു കെട്ടിയോളാൻ മല പോലെ ഒരു കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് കുറച്ച് പൊളിറ്റിക്കലി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാമെന്നുള്ളൊരു സിനിമയാണ് ഓഫർ ചെയ്യുന്നതെങ്കിൽ ആസിഫ് ഒന്നും കൂടെ ചിന്തിക്കുമോ ഇല്ലില്ല അത് ചെയ്യാൻ? ഞാൻ എൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഞാൻ ആ ക്യാരക്ടറിലും എനിക്ക് ആ സിനിമ കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്യും. കാര്യം എല്ലാവരും പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ആളുകളല്ല നമ്മുടെ ചുറ്റുമുള്ളത്. എല്ലാവരും അവരവരുടെ ക്യാരക്ടേഴ്സാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും തൃപ്തി കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പം ഇന്ന് തന്നെ ഞാൻ കണ്ടിട്ടുള്ള എത്രയോ പേർക്ക് എന്നെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എൻ്റെ ആറ്റിറ്റ്യൂഡാണ് എൻ്റെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്നെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ആ പെർട്ടിക്കുലർ ക്യാരക്ടർ അയാളുടേതായ ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സിനിമകൾ സംഭവിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ കെട്ടിടണൻ്റെ മാലയ്ക്ക് ശേഷം എത്രയോ പേരുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കണ്ടേ. എല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആവണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. നിസാമിന്റെ കാര്യങ്ങളാണ് റോഷാക്കിലെ, അത് അടിപൊളിയാണ്. ലൈക്ക് കംപ്ലീറ്റ്ലി ബോഡി ലാംഗ്വേജ് ആൻഡ് സൈലൻസ്. അതിന്റെ ആ ഒരു ഈ കണ്ണ് കണ്ടിട്ട് അത് ഭയങ്കര സംഭവമായിരുന്നു. അതിന്റെ മാറ്റ് ഡാമൻ അല്ല, ടോം ഹാർഡി, ബാറ്റ്മാൻ ബിഗിൻസിൽ. അത് ശരിയാണ്. അത് ഞാൻ എൻ്റെ ഉള്ളിൽ മാത്രം ഉണ്ടായിരുന്നൊരു രഹസ്യമാണ് അത്. കാരണം എനിക്ക് ബാറ്റ്മാൻ ബിഗിൻസിൽ ഇദ്ദേഹം ചെയ്തിട്ട് അപ്പം നമ്മളെപ്പോഴും ആലോചിക്കുമല്ലോ, ഒരു ക്യാരക്ടറിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഒന്നിലെ അദ്ദേഹത്തിൻ്റെ ശബ്ദമായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖമാണ്. അപ്പം നിസാം വന്ന് എൻ്റെ അടുത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറയുമ്പോൾ, ഞാൻ കൂമൻ്റെ ലൊക്കേഷനിൽ ഇരിക്കുമ്പോഴാണ് ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് ഈ സ്ക്രിപ്റ്റ് പറയുന്നത്. അപ്പം നിസാമും അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ്റെ റൈറ്ററാണ് സമീർ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വന്ന് എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് പറയുന്നു. ഈ ഫുൾ സ്ക്രിപ്റ്റാണ് പറയുന്നത്. 2 മണിക്കൂർ ഇരുന്ന് ഞാൻ ഈ ഫുൾ സ്ക്രിപ്റ്റ് കേൾക്കുന്നു. അപ്പോൾ മറ്റേ ക്യാരക്ടർ എന്തായാലും മമ്മൂട്ടിയാണ്. അപ്പോൾ അത് ഞാനല്ലാതെ മനസ്സിലായി. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയത് ഏതാണെന്ന് ചോദിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് പറയുന്നത്, എടാ അത് ദിലീപാണ് എന്ന് പറയുന്നത്. അപ്പം ദിലീപ് എന്തിനാണ്? കാര്യം ശബ്ദമില്ല, മുഖമില്ല, രൂപം കാണുന്നില്ല, അവസാനം മുഖം മൂടി മാറ്റുന്നൊരു സീൻ പോലെ അതിൻ്റെ അത്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഇവരെന്നോട് പറഞ്ഞാൽ അത് എങ്ങനെ പറഞ്ഞു തന്നെ ഒന്നും എനിക്കറിയില്ല, പക്ഷെ അതൊരു ആക്ടർ ചെയ്യണം. അതും ആദ്യം പ്ലാൻ ചെയ്തിരുന്ന ഒരു ബോഡി ഡബിളിനെയോ ഒരു സ്റ്റണ്ട്മാനെയോ വെച്ച് ചെയ്യാനായിരുന്നു. പക്ഷെ ഒരു ആക്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തൊരു ഡിഫറൻസ് വരും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടെന്ന് നിസാം പറഞ്ഞു. നിസാം അത് പറയണമെങ്കിൽ അതിൻ്റെ അകത്തൊരു കാരണം ഉണ്ടാവും. കാര്യം ഞാൻ കെട്ടികളാണെൻ്റെ മാലയിൽ നിസാമിൻ്റെ കോൺഫിഡൻസ് ഞാൻ കണ്ടതാണ്. ശരിക്കും നമ്മൾ ഈ റിൻസിയിലെടുത്ത് സ്ലീവാച്ച ലാസ്റ്റ് ബെഡിലിരുന്ന് പറയുന്ന ഡയലോഗ് കഴിഞ്ഞിട്ട് ആ സീനിൽ ആക്ച്വലി 4 പേജും കൂടെ ഉണ്ടായിരുന്നു. അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാത്രി ഒരു 1:30 മണിക്കാണ് നമ്മൾ ആ പെർട്ടിക്കുലർ ഷോട്ട് വരെ എടുത്തു കഴിഞ്ഞപ്പോൾ നിസാം എന്നെ വിളിച്ച് 1 മിനിറ്റ് ഒന്ന് വാനിറ്റിയിലേക്ക് വരാമെന്ന് ചോദിച്ചു. ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഇവൻ സ്പോട്ട് ഇട്ട് റഫ് കട്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നമ്മൾ ഇത്രയല്ലേ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഇനി ഇത് വലിച്ചു നീട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്, നമുക്ക് ഇത്ര മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു മിനിറ്റ് സ്റ്റക്കായി. ഞാൻ ചേട്ടാ നിനക്ക് ഉറക്കം വരുന്നുണ്ടോ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ലടാ എനിക്ക് ഇത്രയും മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ഞാൻ പറഞ്ഞു, എന്നാൽ ബാക്കി നമുക്ക് ഷൂട്ട് ചെയ്ത് വെക്കാം, ഇനി എഡിറ്റ് കഴിയുമ്പോൾ ആവശ്യം വന്നാൽ കാണിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവൻ പറഞ്ഞു, എനിക്കിത് വേണ്ട, എന്നെ എന്തിനാ നിർബന്ധിക്കുന്നത്, എൻ്റെ സിനിമയ്ക്ക് എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞാൽ അവൻ അവിടെ വെച്ച് പാക്കപ്പ് ചെയ്തു. അത്രയും കോൺഫിഡൻസ് ഉണ്ട് നിസാമിന്. അപ്പം നിസാം വന്നിട്ട് ഒരിക്കലും എൻ്റെ അടുത്ത് വെറുതെ ഒരു കാര്യം പറയില്ല എന്നുള്ള ഒരു ഒരു ഇതുണ്ടായിരുന്നു എനിക്ക്. പക്ഷെ പിന്നെ എനിക്ക് അത് ഇങ്ങനെ മനസ്സിൽ കിടക്കുമ്പോൾ ഇത് കൊള്ളാം എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോഴും എൻ്റെ മനസ്സിൽ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ റിവീൽ ചെയ്യുന്നു, അത് ആ മുഖംമൂടി ഇട്ടിരുന്നത് ആസിഫ് അലിയാണ് എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ എൻ്റെ കണ്ണ് കണ്ടിട്ട് മലയാളികൾ എന്നെ മനസ്സിലാക്കി എന്ന് പറയുന്നത് എൻ്റെ ഇതുവരെയുള്ള സിനിമാ ജീവിതത്തിലെ അത് വലിയൊരു അംഗീകാരമായിരുന്നു എനിക്കത്. പിന്നെ ഞാൻ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക എൻ്റെ അടുത്ത് തമാശയ്ക്ക് പറഞ്ഞോടാ, ഇങ്ങനെയുള്ള ചാലഞ്ചസ് എടുക്കണം ആക്ടേഴ്സ്, അപ്പോഴാണ് നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു.